ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ തന്മകനാക്കിനി വൻക്ഷമയേകിനി സ്വാതന്ത്ര്യമേകിയതാ തന്മകനാക്കിനി വൻക്ഷമയേകിനി സ്വാതന്ത്ര്യമേകിയതാ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുക്കുവാനായി ഞങ്ങളുടെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിനായി സ്തോത്രം. അങ്ങയുടെ പുത്രൻ്റെ രക്ഷണ പ്രവൃത്തിയിലൂടെ ഞങ്ങളെ നീതീകരിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ സമാധാനത്തോടെ നിർത്തുന്ന ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലും നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ കൃപ ചെയ്താട്ട് ഞങ്ങളുടെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഹൃദ്യമായി സംസാരിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ സെഷനുകളിലൊക്കെയും കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നാം കേട്ട ദൈവവചനങ്ങളെ കർത്താവിൻ്റെ ദാസൻ പറയുകയുണ്ടായി. ഇത് ദൈവത്തെ അന്വേഷിപ്പാനുള്ള സമയം, ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ. ഇന്ന് രാവിലെയും കർത്താവിൻ്റെ ദാസൻ ജെയ്സണിലൂടെ പഴയ നിയമത്തിൽ ഉടനീളം ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. അതിൽ നമ്മൾ കണ്ട ഒരു പ്രധാന ചിത്രമാണ് രൂത്തിൻ്റെ ജീവിതത്തിലൂടെ ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലൂടെ. ആ ചിത്രം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ക്രിസ്തുവിലൂടെ പൂർത്തിയായതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിച്ച ഈ മഹത്വകരമായ രക്ഷയുടെ ആ തനതായ ഭംഗി, ആ ബ്യൂട്ടി, ആ ഭംഗി എന്താണെന്നുള്ളത് ദൈവജനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എങ്കിലും നമുക്ക് ദാനമായി ലഭിച്ച ഈ രക്ഷ, അതിൻ്റെ ആ മഹത്വം ഉള്ളതുപോലെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ശനിയാഴ്ച തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ നിന്നും പൗലോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: അത് നിമിത്തം ഞാനിതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ നാൾ വരെ കാക്കാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. അവിടെ പൗലോസ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിരത്തിയ 3 കാരണങ്ങളുണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് താൻ ലജ്ജിക്കുന്നില്ല എന്നുള്ളത്. അതിലൊന്നാമത്തെ കാരണം നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും ആത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ആലോചനയെക്കുറിച്ചുമൊക്കെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്, 2 നമ്മളിൽ പകർന്നിരിക്കുന്ന നിത്യരക്ഷ, 3 നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം. ഈ 3 കാരണങ്ങളെ അവിടെ വിശദീകരിച്ച ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഈ ഇതൊക്കെയും സഹിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ കാരാഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതം, ക്രിസ്ത്യ ജീവിതം ഊഹത്തിൻ്റെ ജീവിതമല്ല, ഉറപ്പിൻ്റെ ജീവിതമാണ്. നാം അടിസ്ഥാനപ്പെട്ടവരായിട്ടാണ് ജീവിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ 2 വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. 3-ാമത്തെ വിഷയങ്ങൾ കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു സമയത്ത് ചിന്തിക്കാം. എന്നാൽ ഈ 2-ാമത്തെ വിഷയം, നമ്മളിൽ പകർന്നിരിക്കുന്ന രക്ഷ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയല്ല, പകരം ആ കൃപയാൽ പകർന്നിരിക്കുന്ന ആ രക്ഷയുടെ മഹത്വം, ദ യുണീക്ക് ഗ്ലോറി ഓഫ് അവർ സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ ആ അതുല്യമായ മഹത്വം ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് തുടർന്നുള്ള സമയം ധ്യാനിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഏകദേശം 1.5 വർഷം മുമ്പേ ഈ ഭാഗം നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ഇതൊരു റെപ്പറ്റീഷൻ അല്ല, ഇതൊരു റിമൈൻഡറാണ്. കാരണം നാം എപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും പ്രാഥമികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഹൃദയംഗമമായി ദൈവത്തെ സ്തുതിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകം നമുക്ക് പകർന്നിരിക്കുന്ന രക്ഷയാണ്. നാം നിത്യതയിൽ ചെല്ലുമ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രക്ഷയെ ചൊല്ലിയായിരിക്കും നാം മഹത്വപ്പെടുത്തുന്നത്. അല്ലാതെ നമുക്കിവിടെ ലഭിച്ച വീടോ കാറോ ഉന്നതിയോ ഉയർച്ചയോ മക്കളോ ഇതൊന്നുമല്ല നമുക്ക് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കാരണം. നമ്മെ രക്ഷിച്ചല്ലോ, നമ്മെ വീണ്ടെടുത്തല്ലോ, ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളും വംശങ്ങളിൽ നിന്നും നമ്മെ തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തല്ലോ. അതുമൂലമാണല്ലോ ദൈവിക സ്വർഗീയ ആ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചതെന്ന് ഓർത്തായിരിക്കും നാം അന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഉള്ള ചില വാക്യങ്ങൾ, അതിൽ 3 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സമയത്തിൻ്റെ പരിധിക്കനുസരിച്ച് ആ ഭാഗം നമ്മൾ ചിന്തിച്ച് ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഈ ഭാഗത്ത് നമുക്ക് അല്പസമയം ദൈവാലോചനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, വിവിധ നിലകളിൽ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തേണ്ടതിന് പത്രോസ് എഴുതിയ ലേഖനമാണ്. 2-ാം ലേഖനം നമ്മൾ ധ്യാനിച്ചു വരികയാണ്. അത് ദൈവസഭയ്ക്കെതിരെ എന്നും ആഞ്ഞടിക്കുന്ന ദുരുപദേശത്തിനെതിരെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവമക്കളെ പ്രേരിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് 2-ാം ലേഖനം. ഈ 1-ാം ലേഖനം വിവിധതരമായ പീഡനത്തിന് നടുവിലൂടെ ദൈവമക്കൾ കടന്നു പോവുകയാണ്. അതിൻ്റെ നടുവിൽ മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ പറയാനുള്ളത് ദൈവം വിടുവിക്കും, ദൈവം സൗഖ്യമാക്കും, ദൈവം ഉയർത്തും, ദൈവം മാനിക്കും, ദൈവം നിങ്ങളെ ഇതിന് പുറത്ത് കൊണ്ടുവരും എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ അവരെ ധൈര്യപ്പെടുത്തുന്നത് ഇവിടെയുള്ളൊരു ടെമ്പറൽ വിടുതലല്ല. അതിന് പകരം നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കണം. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ദാനമായി ഈ രക്ഷ തന്നെങ്കിൽ, ദൈവത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച്, രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട്
റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പീഡനത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ ഉറപ്പിച്ചു നിർത്തുന്നത് പ്രാഥമികമായി അവർക്ക് ലഭിച്ച, ദാനമായി ലഭിച്ച രക്ഷ. ഇന്ന് രാത്രിയിലും നമ്മൾ വിവിധകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതിന് യാതൊരു സംശയമില്ല. അത് സത്യമാണ് താൻ. അതൊരിക്കലും ദൈവവചനം ഇല്ല എന്ന് പറയുന്നില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൻ്റെ നടുവിലും എന്നെയും നിങ്ങളെയും നിർത്തുന്നത് മാനുഷികമായ വാക്കുകളായിരിക്കരുത്. കാരണം അത് മാറിപ്പോകും. നിലനിർത്തേണ്ടത് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങളായിരിക്കണം. ആ സത്യങ്ങളിൽ വേണം നാം നിൽക്കാൻ. ആ അടിസ്ഥാനം നമുക്കില്ലെങ്കിൽ നാം മറിഞ്ഞു പോകും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് തന്നെ അവരെ പഠിപ്പിക്കുമ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിലേക്ക് വന്നിട്ട് താൻ പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അത് ചെയ്യുന്നവൻ ആഴെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യൻ. അപ്പോൾ എന്നിട്ട് ഈ 2 തരത്തിലുള്ള വീടുകൾ അവിടെ പണിയുക. 2 വീടും പൂർത്തിയാക്കി. പക്ഷേ ഇത് നിലനിൽക്കുമോ എന്നതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. അതവിടെ പറയുന്നത് 2 വീടിനും ഒരുപോലെ എന്ത് ചെയ്തു? കാറ്റടിച്ചു, അലകൾ പൊങ്ങി, എല്ലാം ഈക്വലാണ്. പക്ഷേ അത് ഒരു വീട് മാത്രമേ നിന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ അടിസ്ഥാനം പാറമേലാണ്. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന വിഷയങ്ങൾ അത് യാദൃച്ഛികമല്ല. അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. അതായത് നാം പ്രൊഫസ് ചെയ്യുന്ന, നാം ഏറ്റുപറയുന്ന, നാം സാക്ഷ്യം പറയുന്ന വിശ്വാസം അത് ജെനുവിനാണോ എന്നത് തെളിയിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ പരിശോധനയായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ ലേഖനം തുടങ്ങുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഈ മലയാളത്തിൽ ആ വാക്യത്തിൻ്റെ ഘടന കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ, ബ്ലെസ്സഡ് ബി ദ ഗാഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ തൻ്റെ കരുണാധിക്യ പ്രകാരം ജീവനുള്ളൊരു പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരം ജീവനുള്ളൊരു പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. ഹല്ലേലൂയ. അവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചാൽ അവിടെ പറയുന്നത്, God and Father of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവും. നമ്മളത് വായിച്ചു പോയാൽ ഓക്കെ, ദൈവവും പിതാവുമായ എന്ന് പറഞ്ഞ് വായിച്ചു പോകത്തുള്ളൂ. അങ്ങനെ വെറുതെ വായിച്ചു പോകാൻ ഒരു വാക്കും ദൈവവചനത്തിൽ കൊടുത്തിട്ടില്ല. ഈ പ്രസംഗകരായ ഞങ്ങൾ പറയുമ്പോൾ പല വാക്കുകളും അർത്ഥമില്ലാതായിട്ട് തോന്നും, പറഞ്ഞു വന്ന കൂട്ടത്തിലൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല ദൈവവചനം എഴുതിയിരിക്കുന്നത്. ദൈവവചനത്തിലേക്ക് നാം ഉറ്റുനോക്കുമ്പോൾ അതിന് അർത്ഥമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവും ദൈവവുമായവൻ. ആരുടെ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായവൻ. ഈ പിതാവ് അല്ലെ ദൈവം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ മനുഷ്യൻ എന്നുള്ള വെളിപ്പാടിനുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞ എൻ്റെ പിതാവേ ആണോ പറഞ്ഞത്, അതോ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? അപ്പൊ ദൈവം എന്നുള്ള ആ നിലവാരത്തിൽ പുത്രൻ തമ്പുരാൻ വിളിക്കണമെങ്കിൽ
നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള ദൈവിക വെളിപ്പാടാണത്. 2, പിതാവായവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ദൈവത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനാദിയിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് നിലനിന്നിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലാതിരുന്നൊരു കാലമില്ല. അവൻ അനാദിയായും ശാശ്വതവാസീയമായവനാണ്. അപ്പോൾ പത്രോസ് ഇത് എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത പത്രോസ് ഇതങ്ങ് എഴുതിപ്പോയതാണോ? ആത്മാവ് പ്രേരിപ്പിച്ച് എഴുതിക്കുകയാണ്. എന്ത്? പിതാവും ദൈവവുമായവൻ. ആരുടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. കർത്താവിൻ്റെ പേര് അവിടെ നോക്കിക്കേ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു. 3 പദങ്ങളോടുണ്ട്. 1 കർത്താവ്, യേശു ക്രിസ്തു, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, ദ വൺ വിത്ത് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു റൂൾ ഇൻ ഹാർട്ട്സ് ആൻഡ് ലൈഫ്സ് ഓഫ് പീപ്പിൾ. അതായത് തനിക്ക് മാത്രം അല്ലെങ്കിൽ തനിയെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭരിക്കുവാൻ അവകാശമുള്ളവൻ, കർത്തൃത്വം ചെയ്യുവാൻ അവകാശമുള്ളവൻ കർത്താവ്. മുമ്പേ നമ്മൾ പറഞ്ഞു പാടി, എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവൻ മറ്റാരുമല്ലത്, അത് യേശു കർത്താവാണത്. ഒരു ദൈവത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത വിധം ഉന്നതമാണ് ഈ നാമം, യേശുവിൻ്റെ നാമം. യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ കർത്താവാണ്. സകലത്തിൻ്റെ മേലും അടക്കി വാഴുന്നവൻ, കർത്തൃത്വം നടത്തുന്നവൻ. 2 അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു, ജീസസ്, ദ വൺ ഹു സേവ്സ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്നത്. അങ്ങനെയാണ് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവൻ യേശു എന്ന് പേരിടണം. ദ വൺ ഹു സേവ്സ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. 3 ക്രൈസ്റ്റ് എന്ന് പറയുന്നത് മശിക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇത് എന്തുകൊണ്ട് അറിഞ്ഞിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നാമം യേശു എന്ന് പറയാതെ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയണം. കാരണം അതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. നാം ഏറ്റവും കൂടുതൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതാ ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ കരുണയാൽ എന്ന് മാത്രമല്ല, തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരമാണ് അവൻ നമ്മെ രക്ഷിച്ചത്. അങ്ങനെയല്ലേ പറയുന്നത്? തൻ്റെ കരുണയുടെ ആധിക്യപ്രകാരമാണ് അവൻ നമ്മെ രക്ഷിച്ചത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദമായിരുന്നു നമ്മെ രക്ഷിക്കാൻ. ആരുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ കർത്താവ് എന്നെ രക്ഷിച്ചതിന് ആരുടെ റെക്കമെൻഡേഷൻ ഇല്ല. അവൻ്റെ തിരുഹിതത്തിന് പ്രസാദമായി എന്നെ രക്ഷിക്കാൻ. കരുണയുടെ ആധിക്യപ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മുഖാന്തരമായത് എന്തുവാ? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളത് വായിക്കുമ്പോൾ അത് കൂടുതൽ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-25. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 24. ഞാൻ വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു പിരിക്കുന്നവനിൽ മരിച്ചവരുടെ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മരണം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. കർത്താവ് മരിച്ചത് എന്തിനാ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, നമ്മുടെ പാപം നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവനെ മരണത്തിന് ആരെ ഏൽപ്പിച്ചത്? പിതാവ് ഏൽപ്പിച്ചു. ആ മരണത്തെ അംഗീകരിക്കുന്നതാണ് അവനെ ഉയർപ്പിക്ക വഴി പിതാവ് ചെയ്തത്. ഇങ്ങനെ നമുക്ക് കാണാം, പുത്രൻ തമ്പുരാൻ ദൈവത്തിൻ്റെ പാരമ്യമായ പരിശുദ്ധമായ നീതി തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ച് എൻ്റെ പാപം ഏറ്റെടുത്ത് ക്രൂശിന്മേൽ കയറി
ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ചാണ് പുത്രൻ തമ്പുരാൻ ക്രൂശന്മേൽ ഡിക്ലെയർ ചെയ്തത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അല്ലാതെ ഞാൻ അങ്ങ് തീർന്നു പോയെന്നല്ല പറഞ്ഞു. ഏത് ലക്ഷ്യത്തിനു വേണ്ടി തന്നെ പുത്രൻ പിതാവ് അയച്ചോ അത് നിവർത്തിച്ചിരിക്കുകയാണ്. അതിന് ആമേനെന്ന് പറഞ്ഞതാണ് പുത്രനെ ഉയർപ്പിച്ചതിലൂടെ പിതാവ് ചെയ്തത്. അതാ ഇവിടെ പറയുന്നത്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമുക്ക് ലഭിച്ചത് അവന്റെ കരുണയാൽ ഒരു ജീവനുള്ള പ്രത്യാശ. എന്താ പ്രിയമുള്ളവരെ ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചിന്ത വിട്ടുപോകൽ. എന്താ ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ? ലിവിങ് ഹോപ്പ്. എന്താ പ്രത്യാശ? എന്താ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ? ഹോപ്പ് ദാറ്റ് ഈസ് ഇറ്റേണൽ. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഹോപ്പ് ദാറ്റ് ഈസ് ഇറ്റേണൽ ഇൻ നേച്ചർ, നോട്ട് ടെമ്പറൽ, താൽക്കാലികമല്ല. ദാറ്റ് വിച്ച് ഈസ് നോട്ട് നാച്ചുറൽ, പ്രാകൃതമല്ല. ദാറ്റ് വിച്ച് ഈസ് സ്പിരിച്വൽ, ആത്മീകമാണ്. ദാറ്റ് വിച്ച് ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്, ലൗകികമല്ല. അത് ഹെവൻലി ആണ്, അത് സ്വർഗീയമാണ്. ഈ ലിവിങ് ഹോപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്. അത് താൽക്കാലികമല്ല, അത് പ്രാകൃതമല്ല, അത് ആത്മീകമാണ്, അത് ലൗകികമല്ല, അത് സ്വർഗീയമാണ്. ഈ പ്രത്യാശയാണ് നമുക്ക് നൽകിയത്. എങ്ങനെ നൽകി? ചിന്തിക്കണം. തൻ്റെ കരുണാധിക്യപ്രകാരം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിലൂടെ എൻ്റെ ഉള്ളിൽ ലഭിച്ച പ്രത്യാശയെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. ഹല്ലേലൂയ. ഈ പ്രത്യാശ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ദൈവവചനത്തിൽ കാണാൻ കഴിയും. ഈ പ്രത്യാശ എന്നുള്ള വാക്കിനും ആശ എന്നുള്ള വാക്കിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസയർ വേഴ്സസ് ഹോപ്പ്. ഹോപ്പ് എന്നാണ് പ്രത്യാശയ്ക്ക് ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നത്. ഈ ആശ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ ആശ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം. ആശ നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, നടക്കാതിരിക്കുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും, അല്ലേ? ആശ നമ്മുടെ ജഡപ്രകൃതത്തിൽ നിന്ന് വരാം. നല്ല ആശകളും നമുക്കുണ്ടാകാം, നാം ദൈവമക്കളായതുകൊണ്ട്. എങ്കിലും നമുക്ക് ചിലപ്പോൾ ചീത്തയായ ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപകരമെന്നല്ല, ദൈവഹിതപ്രകാരമല്ലാത്ത ആശകളും നമുക്ക് ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷെ പ്രത്യാശ നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് അങ്കുരിക്കാൻ ഉണ്ടാകുന്നതല്ല, അങ്ങനെ വരുന്നതല്ല പ്രത്യാശ. ഇത് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്നതാണ് ഈ പ്രത്യാശ. അതിനെക്കുറിച്ചാണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 15:13 വായിച്ചാട്ടെ. റോമാലേഖനം 15:13. പ്രത്യാശ നൽകുന്ന ദൈവം ആരാ? അപ്പൊ പ്രത്യാശ തരേണ്ടത് ദൈവത്താൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെടുന്നതാണ് ഈ പ്രത്യാശ. ഇനി പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുകയാണ്. പ്രത്യാശ വർദ്ധിക്കുകയാണ്. നമ്മൾ പിന്നെ ചിന്തിക്കും ഏതാണ് ഈ പ്രത്യാശ എന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞു, പ്രത്യാശ എന്നുള്ളത് താൽക്കാലികമല്ല, അത് നിലനിൽക്കുന്നതാണ്, അത് ഇറ്റേണൽ നേച്ചറാണ്, അത് സ്വർഗീയമാണ്, അത് പ്രാകൃതമല്ല. ഹല്ലേലൂയ. അത് വരുവാനുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരുവൻ കാണുന്നതിനായി എന്താ പ്രത്യാശിക്കുന്നത്? ഇത് കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രത്യാശ. ഹല്ലേലൂയ. ജീവനുള്ള പ്രത്യാശ. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ദൈവത്താൽ നമുക്ക് ലഭിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിനാൽ ഈ പ്രത്യാശ എന്താണ്? സമൃദ്ധിയുള്ളവരാണ്. നമുക്ക് ചിന്തിക്കാം, പ്രത്യാശയിൽ നാം സമൃദ്ധിയുള്ളവരാണോ? ഒന്ന്, എന്താണ് ദൈവത്താൽ നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ട പ്രത്യാശ? വാട്ട് ഈസ് ദിസ് ഹോപ്പ് ദാറ്റ് വാസ് ഗിവൻ ടു അസ് അറ്റ് ദ ടൈം ഓഫ് അവർ സാൽവേഷൻ? നമ്മുടെ റീജനറേഷൻ, നമ്മുടെ പുനരുജ്ജീവനത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ നൽകിയ പ്രത്യാശ എന്താ? ഒരാൾ നമ്മോട് ചോദിക്കുക, എന്താ നിങ്ങളുടെ പ്രത്യാശ? എന്ത് നമ്മൾ പറയും? ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. അതായിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഇത് സ്വയം ഉളവാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആശ സ്വന്തമായിട്ടുണ്ടാകും. പ്രത്യാശ ദൈവത്താൽ നൽകപ്പെട്ടതാ. അതൊരു ദൈവ വൈതല്യം മാത്രമേ ഉള്ളൂ.
അതാ നമ്മുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. അതാ രക്ഷയുടെ മഹത്വം എന്നുള്ളത്. അതായത് നമ്മെ രക്ഷിച്ച് ഇവിടെ ഇരുത്തി ഇനി എങ്ങനെയാലും നിങ്ങൾ അങ്ങ് വന്നോ അവിടെ കണ്ടോളാമെന്നല്ല അവിടുന്ന് പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ നൽകി. ആ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുവാൻ അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. അതാണ് റോമാലേഖനം 15:13 പറയുന്നത്. ദൈവത്താൽ നൽകപ്പെട്ട ഈ പ്രത്യാശയിൽ നാം സമൃദ്ധിയുള്ളവരായി തീരുവാൻ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ പ്രത്യാശ. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയുടെ സമയത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ നൽകിയ പ്രത്യാശ എന്താണ്? നമുക്ക് മനസ്സിലായി ഇവിടം താൽക്കാലികമാണ്. മനസ്സിലായിരുന്നോ? രക്ഷിക്കപ്പെട്ട സമയത്ത് എന്ത് ഹോപ്പാണ് നമ്മുടെ ഉള്ളിൽ നൽകിയത്? ഇവിടെ ഉള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചാണോ അന്ന് നിങ്ങളോട് സുവിശേഷം പറഞ്ഞവർ പറഞ്ഞത്? എങ്കിൽ അവർ പറഞ്ഞത് മുഴുവൻ സുവിശേഷമല്ല. ഹല്ലേലൂയ. ഇവിടുത്തെ ഒരു കാര്യവും സുവിശേഷം ഓഫർ ചെയ്യുന്നില്ല. വരുവാനുള്ള കാര്യമാണ് സുവിശേഷം ഓഫർ ചെയ്യുന്നത്. അതായത് ഒരു പാപിയായി ജീവിക്കുന്ന മനുഷ്യന് അവന് ആഗ്രഹമുണ്ട് ഇവിടെ നല്ല നിലയിൽ ജീവിക്കണം. അത് ആരുമായിട്ടും വഴക്കുണ്ടാക്കാതെ നല്ല നിലയിൽ ജീവിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ടെന്ന്. അവൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹപ്പെട്ട രീതിയിൽ പോകണമെന്ന് അവന് ആഗ്രഹമുണ്ട്. അവന് രോഗം വന്നാൽ സൗഖ്യമാവണമെന്ന് അവിടെ ആഗ്രഹമുണ്ട്. അവന് നല്ല നിലയിൽ ജീവിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷെ അതല്ല സുവിശേഷം ഓഫർ ചെയ്യുന്നത്. സുവിശേഷം ഓഫർ ചെയ്യുന്ന നല്ലൊരു ജീവിതമല്ല. സുവിശേഷം ഓഫർ ചെയ്യുന്നത് പാപിക്ക് വേണ്ടാത്ത കാര്യം. അതെന്താ അറിയോ? പാപത്തിൽ നിന്നുള്ള രക്ഷ. അവനത് വേണ്ട, അവനത് ചോദിക്കില്ല. അവൻ ചോദിക്കുന്നത്, ഇപ്പം ഞങ്ങൾ ഈ സുവിശേഷകരായിട്ടുള്ള ആളുകൾ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു, സുവിശേഷം പറയാൻ വന്നാ? ഓക്കെ, പറഞ്ഞാട്ടെ. കേട്ട് കഴിഞ്ഞിട്ട് ചോദിച്ചു, അടുക്കുന്നില്ല. അപ്പം ചോദിച്ചു, എന്തെങ്കിലും വിഷയമുണ്ടോ പ്രാർത്ഥിക്കാൻ? അവ ചോദിച്ചു, എന്ത് വിഷയമാണ് ചോദിക്കുന്നത്? അല്ല, രോഗമോ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. പറഞ്ഞു, അതെ, എല്ലാ മാസവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ മാസവും ഒടുവിൽ ഞാൻ ശബരിമല പോകുന്ന ഞങ്ങളുടെ ദൈവത്തിന് രോഗസൗഖ്യം കഴിയും. ഞങ്ങളുടെ ദൈവത്തിന് രോഗസൗഖ്യമാക്കിയിട്ടുമുണ്ട്. നിങ്ങളുടെ ദൈവത്തിന് സഹായം വേണ്ട. ഇത് ഞാൻ കളിയാക്കി പറയല്ല, ഇത് റിയാലിറ്റിയാണ്. പൊട്ടന്മാരല്ല ശബരിമലയിൽ പോകുന്നത്. പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവനാ. അവൻ പൈസ എറിഞ്ഞ് അവൻ്റെ ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്യും. അല്ല പിന്നെ അവൻ പോവോ? ഇല്ല, പോകത്തില്ല. അവൻ്റെ ദൈവത്തിനും കുറെ സൗഖ്യമൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കർത്താവ് ഓഫർ ചെയ്യുന്നത് വെറും സൗഖ്യമല്ല. ഈ കാലം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ദൈവം ഓഫർ ചെയ്യുന്നത്. സുവിശേഷം ഓഫർ ചെയ്യുന്നത് നിത്യജീവനാണ്, പാപത്തിൽ നിന്നുള്ള രക്ഷയാണ്. അത് ദൈവവചനം മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഒരു ഇസങ്ങളും ഇത് ഓഫർ ചെയ്യുന്നില്ല. മനുഷ്യന്റെ എല്ലാ വിഷയങ്ങൾക്കും താൽക്കാലിക പരിഹാരം നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു 50,000 രൂപ ഡോളറിന്റെ ആവശ്യമാണെങ്കിൽ പിരിച്ച് അതങ്ങ് കൊടുക്കാം, അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മ മരങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇവർ തൊട്ടിയും കൊണ്ടങ്ങ് പിരിക്കാൻ ഇറങ്ങും. എന്നിട്ട് അതിനകത്തുനിന്ന് അവരെന്ത് ചെയ്യും? കമ്മീഷൻ ഇടും. പക്ഷേ എങ്കിലും കൊടുക്കുന്ന കാര്യം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. നന്മ മരങ്ങൾ എന്നാണ് അവരെ വിളിക്കുന്നു. അപ്പം മനുഷ്യർക്കെല്ലാം കൂടെ ചേർന്ന് ഈ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കാം. രോഗിയാണെങ്കിൽ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടാം. അവൻ ഏകാന്തതയാണെങ്കിൽ 2-3 പേര് കൂട്ടിരിക്കാം. പക്ഷേ മനുഷ്യന്റെ ഓരോ എഫർട്ടും കൊണ്ടും പരിഹരിക്കുവാൻ കഴിയാത്ത വണ്ണം മനുഷ്യന്റെ ഏക പ്രശ്നം അവന്റെ പാപമാണ്. ആ പാപത്തിൻ്റെ ഉള്ള പരിഹാരത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. അത് വചനം വ്യക്തമായി പറയുന്നതാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാ. സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിച്ച 2 പ്രധാനപ്പെട്ട അനുഗ്രഹം, അത് അക്ഷയതയാണ്, ഇമ്മോർട്ടാലിറ്റി. മരണം നീങ്ങി. അവിടെ പറയുകയാണ് നമുക്ക് നിത്യജീവൻ തന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു ഭക്തന് മാത്രമേ പറയാൻ കഴിയുള്ളൂ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറയാൻ ഒരു ഭക്തന് മാത്രമേ കഴിയുള്ളൂ. കാരണം അറിയാമോ? സുവിശേഷത്താൽ അവന്റെ മരണം നീങ്ങി. സുവിശേഷത്തിന്റെ പ്രധാന സന്ദേശം ഇതാ, നിത്യജീവൻ, നിത്യജീവൻ. ഇതിലാണ് നാം സന്തോഷിക്കേണ്ടത്. നമ്മുടെ സ്റ്റാറ്റസുകൾക്കെല്ലാം വ്യത്യാസമുണ്ടല്ലേ? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന് വ്യത്യാസമുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസിന് വ്യത്യാസമുണ്ട്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിന് വ്യത്യാസമുണ്ട്, നമ്മുടെ ഇടപെടാനുള്ള ആ രീതികൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവം തന്നെ നിത്യതയിൽ അനാദിയിൽ നമ്മെ സ്നേഹിച്ച് നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നതാണ് നിത്യജീവൻ. അവിടെ നമ്മൾ ഈക്വലാ. നമുക്ക് എല്ലാവർക്കും നിത്യജീവൻ ദൈവം ദാനമായി നൽകിയിരിക്കുക. അത് ഓർത്താണ് നാം മഹത്വപ്പെടുത്തേണ്ടത് ദൈവത്തെ. ഈ ലിവിങ് ഹോപ്പ് ഇതാണോ നമ്മുടെ ഉള്ളിലുള്ളത്? എന്താ ഇവിടെ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? സർവ്വ സൃഷ്ടി ഞരങ്ങ.
ആ ഞരക്കം നമുക്കുണ്ടോ? കർത്താവേ, എന്താ അവിടെ പറയുന്നറിയാമോ? ആത്മാവെന്ന ആദ്യദാനം നമുക്ക് തന്നിരിക്കുന്നത് എഫേസ്യർ 1-ാം അധ്യായത്തിലുണ്ട്. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് തന്നിരിക്കുന്നത് ഒരു അച്ചാരമായിട്ട്. എന്തിനാണെന്നറിയാമോ? ഒരു അഡ്വാൻസ് ആയിട്ട് തന്നേക്കുകയാണ്. ഒന്ന്, നീ എൻ്റെതാണെന്നാണ് അത് പറയുന്നത്. രണ്ട്, നമുക്കൊരു അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ പ്രോമിസ് ആയിട്ടാണ് ഈ ആത്മാവിനെ ഉള്ളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ പറയുക, ആത്മാവെന്ന ആദ്യദാനം പ്രാപിച്ചിരിക്കുന്ന നാമും വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഞരക്കമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഞരങ്ങുമായിരുന്നു. കണ്ണടച്ചാൽ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ആ സഹോദരനെ എൻ്റെ മുമ്പിലിരിക്കുക, ആ പാസ്റ്റർ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞരങ്ങുക. രോഗമുള്ളവർ ഞരങ്ങും, അല്ലേ? ഏകാന്തതയിലായിരിക്കുന്നവർ ഞരങ്ങും. ഇതെല്ലാം സത്യമാണെങ്കിലും ഒരു ഭക്തൻ ഞരങ്ങുന്നത്, എൻ്റെ ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ടാകണം, എനിക്ക് പുത്രത്വം ഉണ്ടാകണം, എനിക്ക് രക്ഷയുടെ പൂർത്തീകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞാണോ നാം ഞരങ്ങുന്നത്? നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്താട്ട്. ഇന്ന് രാവിലെ നാം ഞരങ്ങി എന്തിനു വേണ്ടിയാ? ഇന്ന് രാവിലെ നാം പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കരുതെന്നോ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞരക്കം എന്തിനു വേണ്ടിയായിരുന്നു? ഹല്ലേലൂയ! എന്തിനു വേണ്ടിയാ നാം ഞരങ്ങിയത്? കർത്താവേ അങ്ങ് വരണമേ, ആമേൻ, കർത്താവേ അങ്ങ് വരണമേ. അല്ല, എന്നെ അങ്ങ് വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഞരങ്ങുവോ? ഹല്ലേലൂയ! ഇങ്ങനെ നാം ഞരങ്ങുവോ? പറയുന്ന കേട്ടോ, നാം ഞരങ്ങുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ഞാൻ ഹിന്ദി പഠിച്ചു. ഒരാഴ്ച വെളിയിൽ പോയപ്പോഴും ഞാൻ ഹിന്ദി പഠിച്ചു. ഇത് പ്രസംഗിച്ചപ്പോൾ ഹിന്ദിയിലെ ട്രാൻസ്ലേഷനിൽ ഈസ് ആശ എന്ന് എഴുതിയേക്കുന്നത്, ഈ പ്രത്യാശ. മലയാളത്തിൽ ഈ എന്നുള്ളതില്ല. ഹിന്ദി നോക്കിയപ്പോൾ ഈസ് ആശ. ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് പ്രത്യാശ? അതിന് മുമ്പേ എഴുതിയേക്കുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, എന്താ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രത്യാശ എന്ന് ചോദിച്ചാൽ പറയണം, എൻ്റെ രക്ഷയുടെ പൂർത്തീകരണം. അതല്ലാതെ വേറൊരു പ്രത്യാശ എനിക്കില്ല. എൻ്റെ ആശയും പ്രത്യാശയുമായത് ഇത് മാത്രമാ. എൻ്റെ രക്ഷയ്ക്കൊരു പൂർത്തീകരണമുണ്ട്, എനിക്കൊരു തേജസ്കരണമുണ്ട്. അതാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ! എന്താ ഹോപ്പ് എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്താൽ, hope is to eagerly wait for something in an assurance of that is going to happen in future. അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള അതിയായ ഉറപ്പിൽ അതിനുവേണ്ടി തന്നെ കാത്തിരിക്കുന്നതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയത്തെ ചൊല്ലിയുള്ള ഉറപ്പിൽ അതിനുവേണ്ടി തന്നെ അതിയായി കാത്തിരിക്കുക. രാവിലെ എണ്ണിക്കുമ്പോഴും ഉച്ചയ്ക്ക് നടക്കുമ്പോഴും വൈകിട്ട് കിടക്കുമ്പോഴും കാത്തിരിക്കുന്നത്, ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഭക്തന്റെ ഉള്ളിലെ കാത്തിരിപ്പ് ഇതാ, ഈ പ്രത്യാശ. എന്താ അറിയാമോ? എൻ്റെ രക്ഷയ്ക്കൊരു പൂർത്തീകരണം ഉണ്ടാകണം, എൻ്റെ തേജസ്കരണം, എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. പ്രിയമുള്ളവരെ, ആ പ്രത്യാശയിലേക്ക് നാം മടങ്ങി വരണം. We have to come back to that hope which was once given by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ നൽകിയതാണത്. പക്ഷെ പിന്നെ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിലേക്ക് നാം മടങ്ങി വരണം. ഹല്ലേലൂയ! ഇവിടെ നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ അന്ത്യകാലത്തിൽ പരിച്ചവരുടെ യേശുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മുടെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. അടുത്തത് അന്ത്യകാലത്തിൽ, വായിച്ചാട്ടെ. ഇവിടെ വീണ്ടും ജനിപ്പിച്ചത്. ഈ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെറുതെ നിങ്ങളുടെ പാപത്തിൻ്റെ പെനൽറ്റി അതാണല്ലോ ആ വീണ്ടും ജനാനുഭവത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. രക്ഷയുടെ 3 ഘട്ടങ്ങളുണ്ടെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. ദേവദാസന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, ഇപ്പോൾ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, ഇനിയും സാന്നിധ്യത്തിൽ നിന്നുള്ള വിടുതൽ. ഏതാ? പാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശക്തി, പാപത്തിൻ്റെ സാന്നിധ്യം. ഈ 3 ഘട്ടങ്ങളിലോ ആണ് രക്ഷ. രക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഘട്ടം മാത്രമല്ല, ഈ 3 ഘട്ടങ്ങളുമുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 3 ഘട്ടങ്ങളിലും
ആരാണ് നമ്മെ സഹായിക്കുന്നത്? നാം തന്നെയാണോ? നാമും ദൈവം കൂടെയാണോ? അതോ ദൈവം തന്നെയാണോ? ദൈവം തന്നെയാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി വാക്ക്. അതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യത്തെ ആ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, വിശദമാക്കാൻ സമയമില്ല. രക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത്, നമുക്കൊരു ട്രാക്റ്റ് ആരോ തന്നു, അതിനെയാണ് വിളി എന്ന് പറയുന്നത്. ഇൻവിറ്റേഷൻ ആയിരുന്നത്. പക്ഷേ ഈ ഇൻവിറ്റേഷൻ നമ്മുടെ അടുത്ത് വരാനൊരു കാര്യമുണ്ട്. മുന്നമേ അവൻ നമ്മെ കണ്ട് നിയമിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, വിളിച്ചു. വിളിയാണ് ഒന്ന് ഈ ട്രാക്റ്റ്, അല്ലെങ്കിൽ ഇതുപോലൊരു മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ, അല്ലെ ടി വിക്കകത്ത് കണ്ടു, അല്ലെ ബൈബിൾ വായിച്ചു. നമ്മൾ പറയും, ഇത് വായിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. യെസ്, വായിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷെ അവിടെ നടന്നു, നമ്മൾ അറിയാതെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അവിടെ ഉയരത്തിൽ നിന്നുള്ളൊരു ജനനം നടന്നു. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് പറയുന്നത്, വീണ്ടും ജനിക്കാതെ, യു മസ്റ്റ് ബി ബോൺ അഗൈൻ. നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യം കാണത്തില്ല. ഇത് എവിടുന്ന് വരണം? ഉയരത്തിൽ നിന്നുള്ള ജനനം ആരാ തരുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകി തന്ന ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഉള്ളിൽ മരിച്ചു കിടന്ന് നമ്മെ പുനരുജ്ജീവിപ്പിച്ച് വിശ്വാസം ദാനമായി നൽകി തന്ന കേട്ട വചനം വിശ്വസിക്കുവാൻ പാകത്തിന് നമ്മുടെ ഹൃദയമായപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തു. നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. നാം അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി. ഇതൊന്നും ഒരു 2-3 ദിവസത്തെ പ്രോസസ് അല്ല. നിമിഷ നേരം കൊണ്ടാണ് ശത്രുവായിരുന്ന എന്നെ അവൻ്റെ പുത്രനാക്കി തീർത്തത്. നീതീകരിച്ചു. ഇനി അടുത്തത്, ഇപ്പോൾ നാം നടന്നു പോകുന്ന പാതയുടെ പേരാണ് വിശുദ്ധീകരണം. ഇനിയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉള്ളൂ, അതാണ് തേജസ്കരണം. നമ്മൾ എവിടെയായി? ഇനി അറ്റത്ത് വന്ന് നിൽക്കുക. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ വഴി എന്ന് പറയുന്നത് ഇതാണ്. അവൻ എന്നെ മുൻകണ്ടല്ലോ, മുന്നറിഞ്ഞല്ലോ, മുൻ നിയമിച്ചല്ലോ, വിളിച്ചല്ലോ, പുനരുജ്ജീവിപ്പിച്ചല്ലോ, ഇത് ഉയർത്തി നിന്നുള്ള ജനനം നൽകി തന്നല്ലോ, നീതീകരിച്ചല്ലോ, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, തേജസ്കരിക്കുമല്ലോ. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ അത് വിശദമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ ഞങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്. അവിടെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു അവകാശം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി എന്തോ ഉണ്ട്? അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ചാണ്. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തി കാക്കപ്പെടും. അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരവകാശം. ഈ അവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഹെറിറ്റൻസ്. അത് ഇംഗ്ലീഷാണ്. അവകാശം, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ചിന്തിച്ചോ, നിങ്ങളുടെ മക്കൾക്കാണ് നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാം, അല്ലേ? ഇൻഹെറിറ്റൻസ്. അപ്പോൾ കുടുംബത്തിൽ ജനിച്ചവന് വേണം കൊടുക്കാൻ. കുടുംബത്തിൽ ജനിച്ചപ്പോഴാണ് നമുക്കും കിട്ടിയത്. അതെ, വീണ്ടും ജനിച്ചപ്പോഴാണ് നമുക്ക് ഒരു അവകാശം കിട്ടിയത്. എന്താ അറിയാം? പേരൻസിൻ്റെ ബിലോങ്ങിങ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നതിനായി അവകാശം. ചിലത് ബർത്ത് റൈറ്റ് എന്ന് പറയും, ചിലതിങ്ങനെ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, ഈ രാജ്യത്തും ലോകത്തെയും ഏറ്റവും വലിയ ധനാഢ്യനാരാ ഇപ്പോൾ? മസ്കാണ്. ഈലോൺ മസ്ക്, അല്ലേ? ടെസ്ലയുടെ അല്ലെങ്കിൽ സ്പേസ് എക്സിൻ്റെ ഒക്കെ ഓണർ ആയിരിക്കുന്ന ഈലോൺ മസ്കാണ്. എന്നാൽ കുടുംബമായിട്ട് നോക്കുമ്പോൾ ഈ അമേരിക്കയിലെ 42% വെൽത്തും ഓൺ ചെയ്യുന്ന ആരാന്നറിയോ? വാൾമാർട്ട് ഫാമിലിയാണ്. വാൾമാർട്ട് ഫാമിലി അല്ല, വാൾമാർട്ട് ഗ്രൂപ്പാണ്. അവരുടെ ഫാമിലിയുടെ പേര് വാൾട്ടൺ എന്നാണ്. വാൾട്ടൺ ഫാമിലി 42% ഓൺ ചെയ്തേക്കുക. ഇവിടുത്തെ സമ്പത്തിൻ്റെ മൊത്തം 42%. ഇതിൽ നിന്നൊരു അവകാശം ഇപ്പം എന്നെ വിളിച്ച് പറയാ, നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളല്ലേ. ഞങ്ങൾക്ക് തോന്നി നിനക്കും തരണമെന്ന് വെച്ചാൽ എൻ്റെ വിധം മാറത്തില്ലേ. എന്താ അറിയാം? മഹത്വം. ആ അവകാശത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. ഈ അവകാശം എന്നുള്ള വാക്ക് 220 പ്രാവശ്യം വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? നമ്മെ വെറുതെ രക്ഷിച്ച് ഇനിയിപ്പോൾ നിങ്ങളെല്ലാം അങ്ങ് വന്നേരെ അവിടെ വെച്ച് കാണാമെന്നല്ല ദൈവം പറഞ്ഞു.
ഇനിയിപ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ള കാര്യം ഇന്ന് രാവിലെ നമ്മൾ കേട്ടു. യോഗ്യത ഉണ്ടായിരുന്നോ? ഇസ്രായേൽ പൗരതയോടോ യോഗ്യതയില്ലാതെ ശപിക്കപ്പെട്ട അവസ്ഥയിലായിരുന്ന രൂത്തിനെ ഹല്ലേലൂയ ഈ ഭവനത്തിന്റെ അംഗമാക്കിയത് വഴി അവക്കും കിട്ടിയ ഒരു അവകാശം. പക്ഷെ അത് ഈ എർത്തിലി അവകാശമായിരുന്നു. നമുക്ക് കിട്ടിയത് അതല്ല. വാൾമാർട്ടിന്റെ അവകാശമൊന്നുമല്ല നമുക്ക് കിട്ടിയത്. മസ്കിന്റെ കമ്പനിയുടെ ഒരു ഷെയർ അല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയ അവകാശം ഇപ്പോൾ എവിടെ സൂക്ഷിച്ചേക്കെന്ന് അറിയാവോ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താ സത്യം പറഞ്ഞ അവകാശം? നമ്മളിപ്പോൾ സ്വർഗത്തിൽ സൂക്ഷിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ പലത് കാര്യങ്ങൾ വന്ന് കാണും. വെളിപ്പാട് പുസ്തകമൊക്കെ വന്നു, വീട് വന്നു, സ്വർണ്ണ തെരുവീതി വന്നു. അതാണോ അവകാശം? അതോ കർത്താവ് തന്നെയല്ലേ അവകാശം? നമ്മുടെ അവകാശം അത് തന്നെയല്ലേ? പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ഒന്നും ചെയ്യുന്നത് പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കരുത്. പക്ഷെ പ്രതിഫലം അവൻ തരാൻ അവൻ വിശ്വസ്തത, അത് അവൻ്റെ വിശ്വസ്തതയാ. പക്ഷെ നാം ചെയ്യുന്നത് പ്രതിഫലത്തിന് വേണ്ടി അല്ല. നാം നോക്കി പാർക്കുന്നത് ഇവിടെ എനിക്ക് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അത് നടക്കുമെന്ന് പറഞ്ഞല്ല നാം പോകുന്നതാണോ? എനിക്കിവിടെ സ്വർണ്ണം ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സ്വർണ്ണത്തെ നടക്കാൻ പോവുക, അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊന്നും വേണ്ടി അല്ല നാം കർത്താവിനെ സേവിക്കുന്നത്. അതുമല്ല നമ്മുടെ അവകാശം. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അഴിഞ്ഞു പോകുന്ന സ്വർണം. ഇവിടെ പറയുന്നുണ്ട് അഴിഞ്ഞു പോകുന്ന സ്വർണം. ചൂട് കൂടുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ അഴിഞ്ഞു പോകുന്ന സ്വർണത്തെക്കാളാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. അത് വിലയേറിയതാണ്. കേട്ടോ, ദൈവാത്മാവ് വരുമ്പോൾ ഈ ലോകത്ത് വിലമതിക്കുന്ന ഒരു കാര്യത്തെ, ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് നമ്മുടെ ആ പരിശോധനയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുക, പ്രിയമുള്ളവരെ, ഈ സ്വർണ്ണമല്ല വലുത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് വലുത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധന നടുവിലൂടെ പോകുന്ന ഭക്തനെ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിച്ച് നിർത്തുന്നത്, ഇവിടെ ഏറ്റവും മൂല്യമെന്ന് മനുഷ്യൻ കരുതുന്ന ഒരു വസ്തു എടുത്തിട്ട് പറയുക, ഇതല്ല വലുത്, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയാ വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. God himself is our inheritance. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം മക്കളെങ്കിലോ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോസ്തലൻ പറയുക, നമുക്ക് തന്നെയല്ല അവകാശം, നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നാം പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നാം. മക്കളല്ലായിരുന്നു, നമ്മെ ഇപ്പോൾ മക്കളാക്കി തീർത്തു. നാം അവിടുത്തെ അനന്തരാവകാശികളല്ലായിരുന്നു, ഇപ്പോൾ അനന്തരാവകാശികളാക്കി തീർത്തു. വാട്ട് ബിലോങ്സ് ടു ജീസസ് ബിലോങ്സ് ടു അസ്. യേശുവിന് എന്തെല്ലാം ഉണ്ടോ അത് എനിക്കുമുണ്ട്, അത് ഈ ഏഴയ്ക്കുമുണ്ടെന്ന് പറയണം. ഹല്ലേലൂയ. യേശുവിന് എന്തെല്ലാം അവിടെ ഉണ്ടോ ഈ ഏഴയ്ക്കും അതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. രക്ഷിച്ചതിൻ്റെ മഹത്വം കണ്ടോ പ്രിയമുള്ളവരെ? ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആരുടെ ഇൻഡ്യൂസ്മെന്റ് ഇല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത്രയ്ക്ക് വലിയ അനുഗ്രഹത്താലാണ് അവൻ രക്ഷയിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, എൻ്റെ പുത്രനിലൂടെ ഈ ജനത്തെ ഞാൻ രക്ഷിച്ചതിലൂടെ എനിക്ക് ലഭിക്കുന്ന മഹത്വം, ദൈവം പറയും, ദൈവം മഹത്വം മാത്രമേ മറ്റാർക്കും വിട്ടുകൊടുക്കാതുള്ളൂ. തൻ്റെ പുത്രനെ കൊടുത്തു, തൻ്റെ ആത്മാവിനെ കൊടുത്തു, തന്നെ കൊടുത്തു. പക്ഷേ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ആ മഹത്വം നമുക്കും കൊടുക്കാം. എന്തോർത്ത് ആ മഹത്വം കൊടുക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ രക്ഷയെ ഓർത്ത്. ഹല്ലേലൂയ. വാട്ട് ബിലോങ്സ് ടു ജീസസ് ബിലോങ്സ് ടു അസ്. ക്രൈസ്റ്റ് ഗിവ്സ് അസ് ഹിസ് ഗ്ലോറി. അവൻ്റെ മഹത്വം അവൻ നമുക്ക് നൽകി തന്നു. യോഹന്നാൻ സുവിശേഷം 17:22 വായിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം നമുക്ക് നൽകി തന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. 17:22 പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലല്ല പ്രിയമുള്ളവരെ നമുക്ക് മഹത്വം ലഭിക്കുന്നു, വരുവാനുള്ളതില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് പോയിട്ടുള്ളവരെല്ലാം തെറ്റിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ആളുകളൊക്കെ വാൺ ചെയ്ത് പലരും ഇപ്പോൾ തെറ്റിപ്പോകാൻ കാര്യം അടിസ്ഥാനം ശരിയല്ലാഞ്ഞുകൊണ്ട്. പിന്നെ നമ്മളത് വീണ്ടും പറഞ്ഞ് അത് പ്രിക്കുകയുണ്ടല്ലോ. പക്ഷേ അത് വരും, അത് ദൈവത്തിൻ്റെ നീതിയാണത്. കാരണം ഈ ലോകത്തിൻ്റെ മഹത്വത്തിന് പിന്നിൽ ഓടിയാൽ ഒരു നാളത് വെളിപ്പെടും.
എന്നാൽ നമ്മുടെ മഹത്വം ഇവിടെ അല്ല പ്രിയമുള്ളവരെ. നമുക്ക് വരുവാനുള്ള ലോകത്തിൽ ഒരു മഹത്വം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ പറഞ്ഞു, അവന് മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മഹത്വം മാത്രമല്ല, ഹി ഗേവ് us his riches. അവൻ്റെ ധനം നമുക്ക് നൽകി തന്നു. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 8:9 ഒന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 8:9 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായ, വായിച്ചാട്ടെ. ഇവിടെ പറയുന്ന സമ്പത്ത് എന്താണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഭൗതികമുണ്ടെങ്കിൽ ഇരുന്നോട്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ പറയുന്നത് ഭൗതികമല്ല. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തു യേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എഫേസ്യരിൽ എഴുതിയിട്ടുണ്ട്. എന്താ സമ്പത്ത് എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. So he gave us his riches. And എബ്രായ ലേഖനം 1:2 നമുക്ക് കാണാം, he gave us all things. എല്ലാം തന്നു. തനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് നൽകി തന്നു. ദൈവം പണ്ട് ഭാഗമായി വിവിധമായ പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവകാശം എന്നുള്ള വാക്ക് കേട്ടോ. പുത്രൻ സകലത്തിനും അവകാശിയ. ആ അവകാശത്തിന്റെ കൂട്ടവകാശം എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇത്രയും പോരെ നമുക്ക് സന്തോഷിക്കാം. ഇത്രയും പോരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. So he gave us his glory. He gave us his riches. And he gave us everything. Whatever belongs to Jesus, എനിക്കും അതിനകത്തൊരു കൂട്ടവകാശമുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഒരു അവകാശത്തിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. കാണും. ഈ ലോകത്തിൻ്റെ അവകാശത്തിൻ്റെ പ്രത്യേകത അപ്പനിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ വലിയ അവകാശമൊക്കെ ഇങ്ങനെ എസ്റ്റേറ്റ് വഴി കിട്ടുമ്പോൾ എസ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അത് എത്ര ശതമാനം അറിയോ? 40% എസ്റ്റേറ്റ് ടാക്സ്. അങ്കിൾ സാമചാനല്ല, അങ്കിൾ സാം IRS, ഇൻറ്റേർണൽ റവന്യൂ സർവീസ് അന്വേഷിച്ച് വരും. കൊടുക്കണം. 40% പോകും. പേടിച്ചിരിക്കണം. ആണല്ലേ? വല്ല അളന്ന് വെച്ചേക്കാണ്. അതെ, കൂടിപ്പോയാൽ 40% പോവും. അതുകൊണ്ട് ഇപ്പം മിനിസ്റ്ററുടെ ബ്രോഷറൊക്കെ നമുക്ക് തരാം. കൂടിപ്പോയാൽ 40% IRS കൊണ്ടുപോകും. അപ്പോൾ ഇവിടെയുള്ള അവകാശം ആര് കൊണ്ടുപോകും? ലോകം കൊണ്ടുപോകും. ലൂസിയാനയിൽ നടന്നൊരു സംഭവം. ഒരു ധനാഢ്യനായ മനുഷ്യൻ തൻ്റെ അവകാശിക്ക് വലിയൊരു വീട് ദാനമായി കൊടുത്തു. ഒരു പുസ്തകത്തിനകത്ത് വായിച്ചത്. അത് കൊടുത്തു അന്ന് തന്നെ ഇദ്ദേഹം മരിച്ചുപോയി. കിട്ടിയ ആൾ മരിച്ചുപോയി. അത് എഴുതി വെച്ചിരുന്നത് മരിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. ഇത് എല്ലാം റെഡിയായി വന്നപ്പോൾ ഈ ആളും മരിച്ചുപോയി. ആ വീടിന് തീ പിടിച്ചു. ഇൻഷുറൻസും ഇല്ലായിരുന്നു. അത്രയും വലിയ വീടിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നാ ബുക്കിനകത്ത് വായിച്ചത്. അതൊരു യുണീക്ക് കേസാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊരു സത്യം. ഈ ലോകത്തെ അവകാശമെല്ലാം ഒന്നിൽ 40% ലവം കൊണ്ടുപോകും, അല്ലെ കത്തി തീരാനുള്ളതാണ്. ഇത് സത്യമാണ്. ഇവിടുത്തെ അവകാശം എല്ലാം അത് തന്നെയാണ്. ഏത് അവകാശം എടുത്തോ ഒന്നിൽ അങ്ങനെ കൈമാറി പോവും. ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. എന്നാൽ എനിക്ക് ഉള്ള അവകാശത്തിന് പ്രത്യേകത പറഞ്ഞേക്കെന്നറിയാവോ? നമുക്ക് ഓരോരുത്തർക്കും, എനിക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും അവിടെ ഉള്ള അവകാശത്തിന്റെ പ്രത്യേകത 3 ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പറഞ്ഞേക്കുന്നത്. അത് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇൻകറപ്റ്റബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുരുമ്പുടിക്കത്തില്ല. അത് ഡെത്ത് പ്രൂഫ്, ഫുൾ പ്രൂഫ് എന്നൊക്കെ പറയത്തില്ലേ? ഡെത്ത് പ്രൂഫാണ് നമ്മുടെ അവകാശത്തിന് ഒന്നാമത്തെ പ്രത്യേകത. ക്ഷയമില്ലാത്തത്. 2, അൺഡിഫൈൽഡ് സിൻ പ്രൂഫ്. അതായത് മാലിന്യമില്ലാത്തത്. മാലിന്യമില്ലാതെ വരത്തുള്ളൂ. കാരണം അവൻ പരിശുദ്ധനാണ്. അവൻ്റെ അവകാശവും മാലിന്യമില്ലാതെ തന്നെയായിരിക്കും. 3ാമത്തെ പ്രത്യേകത വാട്ടമില്ലാതെ. ഈ കാഞ്ചീപുരം ബനാറസ് സാരികൾ
50,000, 60,000, 70,000, 80,000 ഒക്കെ, 80 ഇല്ല, 1, 2, 3 ലക്ഷമൊക്കെയാണ് ഇപ്പം. അതും ക്യാഷാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒരു വർഷം ഉടുക്കാതെ എടുത്ത് മടക്കി വെച്ചാൽ പിന്നെ തുറക്കുമ്പോൾ അറിയാതെ പൊടിഞ്ഞിരിക്കുന്നതാണ്. 1, 2, 3 ലക്ഷത്തിൻ്റെ സാധനമാണ്. പക്ഷെ എന്ത് ചെയ്തു? സമയം കാരണം എന്ത് ചെയ്തു? വാടിപ്പോയി. ഇവിടുത്തെ അവകാശം വാടിപ്പോകും. എന്നാൽ എനിക്ക് വെച്ചിരിക്കുന്ന അവകാശം അത് എത്ര സമയം കഴിയാലും അത് വാടത്തില്ല. ഇറ്റ് ഈസ് ടൈം പ്രൂഫ്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശം അത് വ്യക്തിപരമാണ്. നമ്മുടെ രക്ഷ വ്യക്തിപരമാണെന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് EPC എല്ലാവർക്കും കൂടെ ഇത്ര അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ പോണ്ടേ അല്ലേ? അത് പ്രശ്നമാവും. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഇൻഡിവിജ്വലിയാണ്. രക്ഷ ഇൻഡിവിജ്വലിയാ, കുടുംബപരമല്ല. രക്ഷ വ്യക്തിപരമാണ്. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ രക്ഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ച അവകാശവും വ്യക്തിപരമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ക്ഷയം, വാട്ടം, മാലിന്യം ഇല്ലാത്ത അവകാശം. ഈ അവകാശം കർത്താവ് ഇവിടെ സൂക്ഷിച്ചു. പക്ഷെങ്കിൽ അവകാശം മുമ്പേ പറഞ്ഞ പോലെ ഒരു വീട് കൊടുത്തു. ആ വീട് കിട്ടിയ സമയത്ത് തന്നെ കിട്ടിയവൻ മരിച്ചുപോയി അല്ലേ? ഇവിടെ എന്താ പറയുന്നറിയാവോ? നിങ്ങളുടെ അവകാശം മാത്രമല്ല ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്, നിങ്ങളെയും ഞാൻ സൂക്ഷിക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത് രക്ഷ വ്യക്തിപരമാണ്. രക്ഷയുടെ ഉറപ്പും വ്യക്തിപരമാണ്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് രക്ഷ നഷ്ടപ്പെടുത്തില്ലെന്നല്ല പറയുന്നത്, വ്യക്തിപരമാണ് ഉറപ്പ്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ. കാരണം അവൻ്റെ പ്രോമിസ് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സൂക്ഷിക്കാം. നിനക്കൊരു അവകാശം ഞാൻ തന്നിരിക്കുന്നു, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം. കർത്താവിൻ്റെ അടുക്കൽ ആരെങ്കിലും വരണമെങ്കിൽ എങ്ങനെ വരും? പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അരികിലേക്ക് വരത്തില്ല. പുത്രൻ്റെ അരികിലേക്ക് പിതാവ് ആകർഷിച്ചവർ വരുമ്പോൾ പുത്രൻ കൊടുക്കുന്ന ഒന്നാമത്തെ സമ്മാനം എന്താണെന്നറിയോ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുക്കൽ വരുന്ന ഞാൻ നിത്യജീവൻ കൊടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവമായിട്ടുള്ള കൂട്ടായ്മ. ഇതൊരു പ്രോമിസാണ്. അതാണ് യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, വീഴാതെ വണ്ണം അവൻ്റെ മഹിമാസന്നതിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ളവൻ നാം നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തുക. നിർത്തുമ്പോൾ ഓർക്കുക, എന്നെ അവൻ സൂക്ഷിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എനിക്കൊരു അവകാശമുണ്ട്. ആ അവകാശം ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത അവകാശമാണ്. ഇവിടെ ഉള്ള അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ അവകാശം നഷ്ടപ്പെടുത്തില്ല. ആ അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം എന്നെ അവൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, അതിൽ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. എങ്ങനെ ആനന്ദിക്കാൻ കഴിയും? ഇവിടെയാണ് ക്രിസ്ത്യൻ ലൈഫിലെ പാരഡോക്സ് എന്ന് പറയും. അതായത് ഇത് തുടർച്ചയായി വചനത്തിൽ കാണാം. അതായത് വിരോധാഭാസം. അതായത് ജയിലിൽ കിടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സന്തോഷിപ്പീൻ. വട്ടാണെന്നേ പറയുള്ളൂ, വട്ടല്ല. ഇത് ആന്തരികമായ സന്തോഷമാണ്. ഇത് വെളിയിലെ സാഹചര്യങ്ങൾ കണ്ടോളൂ സന്തോഷമല്ല, ഇത് വട്ടല്ല. ഇത് വിരോധാഭാസം എന്ന് ജനം പറയുമ്പോൾ ഇത് റിയാലിറ്റിയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടു, ഒരു സഹോദരി എണ്ണിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ എഴുന്നേറ്റ് പറയുന്നത്, ഇത് ശവസംസ്കാര ശുശ്രൂഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലായി അവരുടെ ഉള്ളിൽ, ആ വ്യക്തിയുടെ ഉള്ളിൽ ലഭിച്ച പ്രത്യാശ എത്രയോ വലിയതാ. അത് കുഴിമാടം കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ അപ്പുറത്ത്, തിരശീലയ്ക്ക് അപ്പുറത്താണ് ആ പ്രിയപ്പെട്ടവരുടെ നങ്കൂരം. ഇവിടെ ഉള്ളത് ഏതിലെങ്കിലും ആയിരുന്നു നങ്കൂരമെങ്കിൽ തകർന്ന് തരിപ്പണമായി പോയേനെ. പക്ഷെ നാം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ പരിശുദ്ധാത്മാവിനെ നൽകിയതാ, നാം ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല. ഇവിടെ പലരും കഷ്ടതയുടെ താഴ്വരയിലൂടെ കടന്നു പോയിട്ട് അവർ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ കൊടുക്കുന്ന പ്രത്യാശ നിമിത്തം മാത്രമാ. അതുകൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞെന്തറിയാമോ? ഈ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നമുക്ക് ആനന്ദിക്കാൻ കഴിയും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ, ഞാൻ പറഞ്ഞു പോയതാ, മനുഷ്യൻ വിലമതിക്കുന്ന പൊന്ന്, എന്നാൽ അത് അഴിഞ്ഞു പോകുന്നതാണെന്ന് വചനം പറയുന്നു.
ഈ അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ, മനുഷ്യൻ വിലമതിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാ ദൈവസന്നിധിയിൽ. പ്രിയമുള്ളവരെ, വിവിധ നിലകളിലുള്ള പരിശോധനകൾ നാം കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവസന്നിധിയിൽ ഇത് വിലയേറിയതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എങ്ങനെ ആ ഭക്തൻ എന്ന് പറയാൻ കഴിഞ്ഞെന്നറിയാവോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുമെന്ന്. കാരണം ഇത് വിലയേറിയതാണെന്ന് അവന് മനസ്സിലായി. അപ്പോസ്തലനായ പൗലോസ് പറയും, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. വിവിധ നിലകളിലുള്ള അനുഭവത്തിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് വിവിധ പരീക്ഷകൾ എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിലും ഒരു ഭക്തനെ നിർത്തുന്നത് ഈ പ്രത്യാശയാണ്. ഈ പ്രത്യാശയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഈ പ്രത്യാശയിൽ തുടരുവാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം.